നമുക്ക് ഇന്ന് അച്ചുവിൻ്റെ മുളക് ബജി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അച്ചു ആദ്യം മുളകൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്, പിന്നെ പുഴുങ്ങി എടുത്തെന്നൊക്കെയാണ് പറയണത്. എന്താ അച്ചു ആദ്യം ചെയ്തേ? ആദ്യം തന്നെ മുളക് നല്ല രീതിക്ക് കഴുകി എടുത്തു. പിന്നെ ജസ്റ്റ് 2 മിനിറ്റ് തിളച്ചോട്ട് നോക്കി ഇട്ട് വെക്കാൻ മറന്നു. എൻ്റെ ഒരു മണ്ടത്തരം കാരണം ഞാൻ ഇട്ടെന്ന് ഞാൻ മറന്നു. എൻ്റെ ഒരു 10 മിനിറ്റ് ആയിപ്പോയി. അതായപ്പോഴത്തേനും മുളക് എന്തൊരുമായി അവസ്ഥ വരുത്തി നല്ല രീതിക്ക് ആ വെള്ളമൊക്കെ ഉള്ളിലോട്ട് കയറി. അതിന് ശേഷം നോർമലി ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുളക് കട്ട് ചെയ്ത് വെച്ച്. മുളക് ബജിയുടെ മാവ് മിക്സ് ചെയ്തത് അമ്മയാണ്. ഇനി നോർമലി നമ്മൾ ബജ്ജി ഉണ്ടാക്കുമ്പോഴത്തേന് യൂസ് ചെയ്യണ കടലപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കായപ്പൊടി അങ്ങനത്തെ സാധനമൊക്കെ ഇടുക. പിന്നെ നോർമലി വെള്ളമിട്ട് ആ ഒരു പാകത്തിന് മിക്സ് ചെയ്യുക. പിന്നെ സാധാരണ ചെയ്യണ പോലെ ചട്ടി വെക്കുക, എണ്ണ ഇടുക, ചൂടാകുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുളക് വെക്കുക, മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൽ കാണുന്നത് ഇപ്പോൾ രണ്ടാമത് അമ്മ സെറ്റ് ചെയ്ത് വറുത്ത് കോരുന്നതാണ്. അപ്പം അച്ചു വറുത്തപ്പോൾ ഇച്ചിരി കൊളായിരുന്നു, അത് അച്ഛനെ പറഞ്ഞോളും. വേവിക്കാൻ വെച്ചപ്പോഴത്തേനും കുറച്ചധികം ടൈം നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ നിന്നപ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമൊക്കെ കയറിപ്പോയി. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് അത് എണ്ണയിൽ ഇട്ടപ്പോഴത്തേനും വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടിത്തെറിച്ചായിരുന്നു.